യുഎഫ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 ഡ്രോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. സോ എനിക്ക് സംസാരിക്കാനുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തെ പറ്റിയിട്ടാണ്, അതായത് PSG വേഴ്സസ് ചെൽസി. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു മത്സരത്തെ കുറിച്ച് മാത്രം എടുത്തു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പ് ചെൽസി വേഴ്സസ് PSG തന്നെയായിരുന്നു. സോ അന്ന് ഞാനൊരു പ്രഡിക്ഷൻ ഒക്കെ നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് PSG വിജയിക്കും, സിമ്പിൾ ആയിട്ട് PSG വിജയിക്കും എന്ന് തന്നെയായിരുന്നു. അപ്പോ ഞാനതങ്ങനെ പറഞ്ഞതിന്റെ കാരണം അതുവരെയുള്ള പെർഫോമൻസ് ബേസിലായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലബ് വേൾഡ് കപ്പ് നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ എന്തായാലും PSG ജയിക്കുമെന്ന് തന്നെ ആയിരുന്നു എന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് PSG എതിരെ കളിക്കാൻ പോകുന്നത് ചെൽസി ആണ് എന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അതിലുപരി കളിക്കാൻ പോകുന്നത് ഫൈനലാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അപ്പോ ആ രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊഡിക്ഷൻ നടത്തിയതും പല ചെൽസി ആരാധകർ എന്നെ ഏറിൽ കയറ്റിയത്. അപ്പോ എന്തായാലും വേൾഡ് കപ്പ്, അതായത് ക്ലബ് വേൾഡ് കപ്പ് ചെൽസി നേടണമല്ലോ, ഫൈനലാണല്ലോ. അപ്പോൾ ചെൽസി നേടിയല്ലേ പറ്റൂ. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. കാരണം ഈ ക്ലബ് വേൾഡ് കപ്പിന് ശേഷം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സമയം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ സമയത്ത് ഞാൻ എന്റെ ഈ ചെൽസി ആരാധകരായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ പറയായിരുന്നു, എടാ ഈ വർഷത്തെ പ്രീമിയർ ലീഗ് അത് ചെൽസിക്കുള്ളതാണ്, കാരണം ചെൽസി അത്ര ഫോമിലാണ് എന്നൊക്കെ ഞാൻ പറയായിരുന്നു. പക്ഷെ പ്രീമിയർ ലീഗ് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഉൾട്ടയാവുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത്. ചെൽസി അങ്ങ് താഴേക്ക് പോയി. താഴേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് താഴെയൊന്നും അല്ല കേട്ടോ, ഒരു ടോപ്പ് 5 ചെൽസി ഉണ്ട്. അതായത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്ലേയേഴ്സിന്റെ പരിക്കും കാര്യങ്ങളൊക്കെയാണ്. മെയിൻലി കോൾ പാൽമർക്ക് പറ്റിയ ഒരു പരിക്കുണ്ടായിരുന്നു. അപ്പൊ പാൽമറൊക്കെ ഒരുപാട് മത്സരങ്ങൾ ചെൽസിയിൽ മിസ് ചെയ്തിരുന്നു. അപ്പോ അതൊക്കെ ഒരു കാരണമാണ്. പക്ഷെ അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം പ്രീമിയർ ലീഗ് രണ്ടു PSG-യുടെയും അല്ലെങ്കിൽ ചെൽസിയുടെയും കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഇപ്പൊ പ്രീമിയർ ലീഗിൽ ചെൽസി ഏകദേശം 27 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. എന്നാൽ അതിൽ 12 മത്സരങ്ങൾ മാത്രമേ ചെൽസിക്ക് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 9 മത്സരങ്ങൾ ഡ്രോ ആണ്, 6 മത്സരങ്ങൾ ചെൽസി തോൽക്കുകയും ചെയ്തു. അപ്പോ നിലവിൽ അവർക്ക് 45 പോയിന്റ് ആയിട്ട് അവർ 5ാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിലുള്ളത്. അപ്പം ഞാൻ പ്രീമിയർ ലീഗിനെയും അതേപോലെ ലീഗ് വണ്ണിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് 100% അറിയാം. ആ ഒരു സാധനം വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാലും PSG-യുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ PSG ഇപ്പൊ തന്നെ 23 മത്സരങ്ങളാണ് ലീഗ് വണ്ണിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 17 മത്സരങ്ങൾ അവർ ജയിച്ചിട്ടുണ്ട്. വെറും 3 ഡ്രോയും അതേപോലെ വെറും 3 ലോസും മാത്രമാണ് PSG-ക്ക് ഉള്ളത്. അപ്പൊ അവര് ഏകദേശം 54 പോയിന്റ് ആയിട്ട് 1ാം സ്ഥാനത്ത്, പതിവ് പോലെ തന്നെ 1ാം സ്ഥാനത്തുണ്ട്. അപ്പോ PSG-യും ചെൽസിയെയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞ ആ സെയിം കാര്യം തന്നെ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ പെർഫോമൻസ് ബേസ് നമ്മൾ നോക്കുമ്പോൾ PSG-ക്ക് തന്നെയാണ് മുൻതൂക്കം. പിന്നെ ഇത് ഫൈനലല്ലല്ലോ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അപ്പോ നമ്മൾ സ്ക്വാഡ് സ്ട്രെങ്ത് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും കട്ടക്കട്ടയാണെന്ന് ഞാൻ പറയും. കാരണം PSG-യുടെ ഒരു കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ പാൽമറെ പോലെ ഒരു പ്ലെയർ PSG-ക്ക് ഇല്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അവിടെ വിറ്റീഞ്ഞ ഉണ്ട്, മാൻഡസ് ഉണ്ട്, ഡുവോ ഉണ്ട്, ദിംബലെ, റാമോസ്, അങ്ങനെ വേണ്ട വലിയൊരു ഹക്കീമി, അങ്ങനെ വലിയൊരു സ്ക്വാഡ് സ്ട്രെങ്ത് PSG-യുടെ കയ്യിലുണ്ട്. എന്നാൽ ചെൽസിക്കും അതേപോലെ തന്നെ സ്ക്വാഡ് സ്ട്രെങ്ത് ഉണ്ട്. ചെൽസിയുടെ സ്ക്വാഡ് പറയണ്ടല്ലോ, എസ്റ്റവോ, ഗാർണച്ചോ, ജാവോ പെഡ്രോ, നെറ്റോ. അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ, കോൾ പാൽമർ പോലൊരു പ്ലെയർ PSG-ക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോ PSG-ക്കുള്ള ഒരു മെയിൻ ഐറ്റം ആണല്ലോ വിറ്റീഞ്ഞ. അപ്പൊ വിറ്റീഞ്ഞയ്ക്ക് ബദലായിട്ട് അപ്പുറത്ത് നെറ്റോ ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം നെറ്റോ ആൻഡ് വിറ്റീഞ്ഞോ അറിയാലോ. അപ്പോ അവന്മാര് സീനാണ് രണ്ടും. അപ്പോ ഒരാളപ്പുറത്തും ഒരാളിപ്പുറത്തും ഉണ്ട് എന്നുള്ള ഒരു സംഗതി കിടപ്പുണ്ട്. അപ്പോ സ്കോഡ് ബേസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഇവരുടെ സ്കോഡാണ് വലുത്, അവരുടെ സ്കോഡാണ് വലുത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. രണ്ട് സ്കോഡും ഏറെക്കുറെ ഒരേപോലെ കട്ടക്ക് എന്നുള്ള ഒരു മട്ട് തന്നെയാണ്. പിന്നെ അപ്പോ ഞാൻ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ബേസും ടീമിന്റെ ഫോമും, ഇപ്പൊ പാൽമർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പാൽമറൊക്കെ ഭയങ്കര ഫോം ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോ എന്തായാലും ഇത് രണ്ടുപേരുടെയും ഇപ്പോഴത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ PSG-ക്ക് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, PSG-യുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൂയിസ് എൻട്രിക്ക എന്ന മാനേജറാണ്. അപ്പൊ അത് ശരിയാണ്, ക്ലബ് വേൾഡ് കപ്പിൽ ലൂയിസ് എൻട്രിക്ക പരാജയപ്പെട്ടു. എന്നാലും ഞാൻ പറയുന്നു, ലൂയിസ് എൻട്രിക്ക ആണ് ജസ്റ്റ് ഒരു 1 ഗെയിം അല്ല, ഒരു മത്സരമല്ല, ഒരു ഫൈനലല്ല, 2 ലെഗ് ഉണ്ട്. ലൂയിസ് എൻട്രിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആള് വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പോ അതൊക്കെ എന്തായാലും നമുക്ക് ഈ റൗണ്ട് ഓഫ് 16 മാച്ചസിൽ, അതായത് എവേ ആൻഡ് ഹോം മത്സരങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ പിന്നെ ഞാൻ ഇതിൽ പറയാൻ വന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് ഹംഗറിയിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് പുഷ്കസ് അരീന എന്ന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോ ഈ സ്റ്റേഡിയത്തിന് ഞാനിത് എടുത്തു പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അതായത് ഷിജോ രാജൻ, അതായത് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആളൊരു വലിയ ചെൽസി ആരാധകനാണ്. അപ്പോ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയം മുതലേ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് തരികയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഓരോ മത്സരങ്ങൾ കഴിഞ്ഞ് ഞാൻ ആളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ആളുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആള് കഴിഞ്ഞ ഈ ഡ്രോയുടെ കേസൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചെൽസി ജയിക്കും, ചെൽസി PSG തോപ്പിക്കും, എന്നിട്ട് ചെൽസി ഇവിടെ ഫൈനൽ കളിക്കും. അപ്പോ ആളിപ്പോ ഉള്ളത് ഹംഗറിയിലാണ് കേട്ടോ. അപ്പൊ അതാണ് മെയിൻ സാധനം. അപ്പൊ ഹംഗറിയിലാണ്. അപ്പൊ ചെൽസി ഫൈനൽ കളിക്കുകയാണെങ്കിൽ ആൾ ഉറപ്പായും ടിക്കറ്റ് സെറ്റ് ചെയ്ത് പോയി കളി കാണും എന്നുള്ള ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മള് ഹൈദരാബാദിൽ മെസ്സി വന്നപ്പോ മെസ്സി ആദ്യമായി കണ്ട ചെങ്ങന്നൂരുകാരൻ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടോ, ഒരു ജിറ്റോ ജോണിനെ പറ്റിയിട്ട്. സോ അതേപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു ഐറ്റമാണ് ഷിജോ. കാരണം ചെൽസി ഫൈനലിൽ വരികയാണെങ്കിൽ ഹംഗറിയിൽ വെച്ചിട്ട് ഫൈനൽ നടക്കുമ്പോൾ മാവേലിക്കരയിൽ നിന്നും ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കാണാൻ പോകുന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിനുടമ അത് ഷിജോ ആയിരിക്കും. അപ്പൊ ആലപ്പുഴ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മാവേലിക്കര ഇരിക്കട്ടെ. ഇപ്പൊ മാവേലിക്കരയിൽ നിന്ന് ആദ്യമായി ഒരു UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കാണാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണിത്. എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പൊ ആള് എന്തായാലും ഇപ്പൊ ഹംഗറിയിലാണുള്ളത്. ഇപ്പോ ചെൽസി വരികയാണെങ്കിൽ കാണാൻ പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ PSG-ക്കാണ് മുൻതൂക്കം എന്ന് പറയുമ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു കാര്യം നടക്കട്ടെ. അതായത് ചെൽസി വിജയിക്കട്ടെ, ചെൽസി ഫൈനലിൽ എത്തട്ടെ. ഷിജോയ്ക്ക് പോയി ചെൽസിക്ക് വേണ്ടി, ഒരു വലിയ ചെൽസി ആരാധകനാണ്, ചെൽസിക്ക് വേണ്ടി സ്റ്റാൻഡിലിരുന്ന് ചാൻഡ് ചെയ്യാൻ കഴിയട്ടെ, അല്ലെ ചെൽസിക്ക് വേണ്ടി ചിയർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോ ഇങ്ങനെ രണ്ട് സൈഡാണ് എനിക്കുള്ളത്. ഇതില് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.